നമസ്കാരം. നമ്മൾ സകാര ഈശ്വരനെ ആരാധിക്കണോ അതോ നിരാകാര ഈശ്വരനെ ആരാധിക്കണോ? ഭഗവത്ഗീതയിൽ ഭക്തിയോഗത്തിൽ അർജുനനും ഇതേ സംശയമുണ്ടായിരുന്നു. അതെന്താണെന്ന് നോക്കാം. ഏവം സതതയുക്തായേ ഭക്ത്യാസ്ത്വാം പര്യുപാസത്തെ ഏചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമാ. അതായത് സകാരമായ ഭഗവാനെ, കൃഷ്ണൻ എന്ന് പറയുന്ന രൂപത്തെ ആരാധിക്കണോ അതോ ഈ പ്രപഞ്ചത്തിലാകമാനം തിങ്ങി വിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മൻ, അതാണ് ശരിയായ ഈശ്വരൻ, അത് ആരാധിക്കണോ എന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഭഗവാന്റെ ഉത്തരം ഇതാണ്. നമ്മുടെ മനുഷ്യന് ഒരു രൂപത്തെ മാത്രമേ ഗ്രഹിക്കാൻ കഴിയൂ, രൂപം വെച്ച് മാത്രമേ നമ്മൾക്ക് ആരാധിക്കാൻ കഴിയൂ. ഈ പ്രപഞ്ചത്തിലാകമാനം തിങ്ങി വിങ്ങി നിൽക്കുന്ന നിശ്ചലമായ ഈശ്വരൻ ചരാചരങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിന് ഗ്രഹിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ സകാരമായ ഈശ്വരനെ ധ്യാനിച്ചോളൂ, അതിനെ ഭജിച്ചോളൂ. അതിൽ നിന്ന് എന്ത് വേണം? നമ്മൾക്ക് ജ്ഞാനമുണ്ടാവണം, അറിവുണ്ടാവണം. അതായത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സർവചരാചരങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ. മൈ സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. അതായത് ഡയമെൻഷൻലെസ് ആയിട്ടുള്ള ഒരു ചരടിൽ കോർത്തിരിക്കുന്ന മുത്തുമണികളാണ് ഈ പ്രപഞ്ചത്തിലുള്ള സർവവും. എന്ന് പറഞ്ഞാൽ തിങ്ങി വങ്ങി നിറഞ്ഞു നിൽക്കുന്ന ബോധം മാത്രമേ ഈശ്വരനുള്ളൂ. പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? കൃഷ്ണൻ എന്ന രൂപമോ ശിവൻ എന്ന രൂപമോ രാമൻ എന്ന രൂപമോ ഏത് രൂപത്തെ വേണമെങ്കിലും ആരാധിച്ചോ. അതിലൂടെ എത്തിച്ചേരേണ്ടത് എന്താണ്? ഈ നിരാകാരമായ ബ്രഹ്മത്തിലാണ്. അപ്പോൾ നമ്മുടെ ഭക്തിയിലൂടെ നമ്മുടെ മനസ്സിനെ നിശ്ചലമാക്കുന്നതോടെ ഈ നിരാകാരമായി സർവപ്രപഞ്ചത്തിലും ചരാചരങ്ങളിലുമുള്ള ഈശ്വരൻ നമ്മുടെ ഉള്ളിലുമുണ്ട്. അതിലെത്താൻ സാധിക്കണം. അഹം ബ്രഹ്മാസ്മി തത്വമസിയിലെത്താൻ നമ്മൾക്ക് സാധിക്കണം. അല്ലാതെ ഈശ്വരനെ ആർക്കെങ്കിലും കാണിച്ചു തരാൻ കഴിയില്ല. നമ്മൾക്ക് തന്നെ നമ്മുടെ മനസ്സിനെ നിശ്ചലമാക്കുന്നതിലൂടെ മനസ്സിൽ ചിന്ത ഇല്ലാതാക്കുകയാണെന്നാണ് മനസ്സിനെ നിശ്ചലമാക്കുക എന്ന് പറയുന്നത്. നിശ്ചലമാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ബോധമായി ഈശ്വരനായി മാറാൻ സാധിക്കും. അതിന് സാധിക്കണം. അതാണ് ശരിയായ അറിവ്. അപ്പോൾ നമ്മുടെ എന്ത് മാർഗം വേണമെങ്കിലും നിങ്ങൾ സ്വീകരിച്ചോ. അമ്പലത്തിൽ പോയാൽ ആ സകാരമായ രൂപം നമ്മൾ അവിടെ കണ്ടുകൊണ്ട് അതിൽ നിന്ന് നമ്മൾക്ക് നിശ്ചലമായ പ്രപഞ്ച സത്യമായ ബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മാവിലെത്താൻ സാധിക്കണം. അതാണ് എല്ലാ ഉപാസനയുടെയും ആരാധനയുടെയും പൂജയുടെയും ഒക്കെ ലക്ഷ്യം. ഓക്കെ, താങ്ക് യു.